ഹലോ എവ്രി വൺ, എല്ലാവർക്കും KS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മധ്യകാല ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹർഷവർദ്ധനനെക്കുറിച്ച് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു ചെറിയൊരു സാമ്രാജ്യത്തെക്കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് KS ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. KS എക്സാമിനും മറ്റ് PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഈ ഒരു യൂട്യൂബ് ചാനൽ കൂടാതെ ഞങ്ങളുടെ മറ്റ് രണ്ട് ഇനീഷ്യേറ്റീവ്സ് ആണ് KSinsights.in എന്ന വെബ്സൈറ്റും ഞങ്ങളുടെ ഒരു മോക്ക് എക്സാം പോർട്ടലും. ഇതിൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസും മറ്റു വിവരങ്ങളും ലഭിക്കുന്നതായിരിക്കും. പോർട്ടലിലാണെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ദ പാലാസ് എന്ന് പറയുന്ന സാമ്രാജ്യത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ പാല എന്ന് നമ്മുടെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരു മരത്തിൻ്റെ പേരായിരിക്കും ഓർമ്മ വരുന്നത്, പാലമരം. പക്ഷേ ആ ഒരു പാലയല്ല ഈ ഒരു പാല. ഇത് പാലകന്മാർ എന്നുള്ള വാക്കിൽ നിന്ന് വന്ന പാലയാണ്. അപ്പോൾ എന്താണ് പാലകന്മാർ എന്ന് പറഞ്ഞാൽ? അതായത് പാലകന്മാർ എന്ന് പറഞ്ഞാൽ സംരക്ഷകരാണ്, അതായത് പ്രൊട്ടക്ടർ. അപ്പോൾ പ്രൊട്ടക്ടറായിട്ട് അല്ലെങ്കിൽ സംരക്ഷകരായിട്ട് വന്ന ഒരു സാമ്രാജ്യമാണ് ഈ ഒരു പാലാ സാമ്രാജ്യം. അത് എങ്ങനെയാണ് വന്നത് എന്നൊക്കെ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുൻപേ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ സാഹചര്യം എന്തായിരുന്നു എന്നാണ് നമ്മൾ വലതുവശത്തെ മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. വലതുവശത്തെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 നിറങ്ങളിലായിട്ട് 3 രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 സാമ്രാജ്യങ്ങളും പരസ്പരം ഓവർലാപ്ഡ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ഈ 3 രാജ്യങ്ങളും തമ്മിൽ അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളും തമ്മിൽ പരസ്പരം എപ്പോഴും യുദ്ധത്തിലാണ്. അതായത് ഒരാൾ സാമ്രാജ്യം സ്ഥലം പിടിക്കും, മറ്റേയാൾ വീണ്ടും തിരിച്ചു പിടിക്കും. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു കനൗജിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു 3 രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം എന്ന് പറയാൻ പറ്റില്ല, യുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. അതായത് ലക്ഷ്യം, അതായത് ഗംഗ യമുന വാലി, അതായത് ഗംഗയുടെയും യമുനയുടെയും തീരത്തുള്ള പ്രദേശത്തെ, ഫലഭൂയിഷ്ടമായ പ്രദേശത്തെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതായിരുന്നു ഈ 3 രാജ്യങ്ങളുടെയും ആവശ്യം. അപ്പോൾ ആരൊക്കെയാണ് ആ 3 പേര്? ഒന്ന് പ്രതിഹാരാസ് എന്ന് പറഞ്ഞാൽ ഇടതുവശത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുർജാര പ്രതിഹാരാസ് എന്ന് പറഞ്ഞിട്ട് പച്ച നിറത്തിൽ കാണാൻ വേണ്ടി പറ്റും. അതായത് രാജസ്ഥാൻ, ഗുജറാത്ത് പ്രദേശങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗം. അടുത്തത് പാല എന്ന് പറഞ്ഞാൽ നമ്മുടെ ബംഗാൾ, ബീഹാർ ഭാഗങ്ങളാണ്. വയലറ്റ് നിറത്തിലാണ് കാണിച്ചിരിക്കുന്നത്. മൂന്നാമത്തേതാണ് രാഷ്ട്രകുത്താസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെക്കാൻ ഭാഗം, അതായത് ആ ഒരു ബ്രൗൺ കളറിൽ, ലൈറ്റ് ബ്രൗൺ കളറിൽ കാണുന്നത്. അപ്പോൾ ഈ 3 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഫൈറ്റ് നടക്കുവാണ്. എന്തിനാണ്? സാമ്രാജ്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഏത് ഏരിയയ്ക്ക് വേണ്ടി? ഗംഗ യമുന താഴ്വരയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ മത്സരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ 3 പേരെക്കുറിച്ചും പഠിക്കേണ്ടതായിട്ട് വരും. കാരണം ഈ ഒരു സമയത്ത്, അതായത് ഈ വലതുവശത്തെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ 750 മുതൽ 900 AD വരെയുള്ള കാലഘട്ടത്തിലെയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട 3 പ്രശ്നക്കാർ അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇവരായിരുന്നു. അപ്പോൾ ഇവരെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ആൾ പാല, അതായത് ബംഗാളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ വയലറ്റ് നിറത്തിലുള്ള പ്രദേശത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അവരെങ്ങനെയാണ് ഉയർന്നു വന്നത്, അവരെങ്ങനെയാണ്, അവരുടെ ഭരണം എങ്ങനെയായിരുന്നു, പിന്നെ അവരെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു വയ്ക്കേണ്ടത്, അതായത് ഒരു രാജാവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. കാരണം അവിടുത്തെ സിസ്റ്റം എങ്ങനെയായിരുന്നു, അതെങ്ങനെയായിരുന്നു, ഇതെങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകില്ല, മറിച്ച് നമ്മൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ആ ഒരു സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് പാലയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പാലാ സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും വളർച്ചയിൽ ആ ഒരു വലതുഭാഗത്തുള്ള മാപ്പിൽ കാണിച്ചിട്ടുണ്ട്. ഏകദേശം 800 AD അടുത്ത് അതിൻ്റെ വലിപ്പം ഇത്രയായിരുന്നു. അപ്പോൾ ഈ ഒരു സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് ഏകദേശം 750 AD അടുത്താണ്. അപ്പോൾ ഈ ഒരു ബംഗാൾ പ്രദേശത്ത് ഗൗഡ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യമാണ് ഉണ്ടായിരുന്നത്, ഗൗഡ കിങ്ഡം. അപ്പോൾ ഈ ഒരു ഗൗഡ കിങ്ഡത്തിൻ്റെ തകർച്ചയോടെയാണ് അവിടെ ഈ ഒരു പാല എന്ന് പറയുന്ന സാമ്രാജ്യം ഉയർന്നു വരുന്നത്. അതായത് പാല എന്ന് പറയുന്ന സാമ്രാജ്യം അത് ഒരു രാജാവായിട്ടല്ല ഉയർന്നു വരുന്നത്. അതായത് അവിടെ ഈ ഒരു ഗൗഡ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടുകൂടി രാജാവില്ലാത്തൊരവസ്ഥ വരികയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട മുഖ്യന്മാരെല്ലാവരും കൂടിയിട്ട് അവരെല്ലാവരും കൂടി ഒരു ക്ഷത്രിയ നേതാവിനെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഗോപാല. അപ്പോൾ ഈ ഒരു ഗോപാല അല്ലെങ്കിൽ ഗോപാല 1, അപ്പോൾ ഈ ഗോപാല 1നെ അവർ റൂളറായിട്ട് തിരഞ്ഞെടുത്തു. റൂളർ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ടറാണ്, അതായത് രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു നേതാവായിട്ടാണ് ഗോപാല 1നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾ ഈ വാക്ക് കണ്ടു, പ്രൊട്ടക്ടർ. അങ്ങനെയാണ് ഇത് പാല. അതായത് പാല എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഈ ഒരു പ്രൊട്ടക്ടർ എന്ന അർത്ഥമാണ്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ നമുക്ക് വാക്കുണ്ട് പാലകന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ
ഈ ഒരു പാലകന്മാർ അല്ലെങ്കിൽ പ്രൊട്ടക്ടറായിട്ടാണ് ഈ ഒരു ഗോപാല വണ്ണിനെ തിരഞ്ഞെടുത്തത്. അങ്ങനെയാണ് ഈ ഒരു സാമ്രാജ്യത്തിന് പാലാ സാമ്രാജ്യം എന്ന് വന്നത്. അപ്പോൾ ഏകദേശം 750 AD യോടാണെന്ന് അടുത്തോർത്തുക്കണം. ആരാണ് ആദ്യത്തെ രാജാവ്? ഗോപാല വൺ. അപ്പോൾ ഇദ്ദേഹത്തെ തന്നെയാണ് ഈ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചത് അല്ലെങ്കിൽ ഈ ഒരു ഡൈനാസ്റ്റി കിങ്ഡം സ്ഥാപിച്ചത് എന്നും ഓർത്തു വെക്കുക. അപ്പോൾ 750 AD യോടടുത്ത് ഗോപാല വണ്ണാണ് പാലാ സാമ്രാജ്യം. എവിടെയാണ് പാലാ സാമ്രാജ്യം? നമ്മുടെ പശ്ചിമ ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ പ്രദേശം, ആസാമിൻ്റെ കുറച്ച് പ്രദേശങ്ങളൊക്കെ കാണുന്നുണ്ട്, പിന്നെ ബീഹാറിൽ മുതൽ മേലോട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാലാ സാമ്രാജ്യത്തിൻ്റെ വലിപ്പം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഏകദേശം 800 AD യിലുള്ള മാപ്പാണ്, ഏകദേശം ഏരിയ കവർ ചെയ്തിട്ടുള്ള മാപ്പാണ്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും സാമ്രാജ്യത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഗംഗാ വാലി, അതായത് പ്രശ്നത്തിൽ ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന സ്ഥലം ഏതാണ്? ഗംഗയുടെയും യമുനയുടെയും പ്ലെയിൻ ലാൻഡുകളായിരുന്നു. അതായത് ഫലഭൂയിഷ്ഠമായ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ഒരു 800 AD യോടടുത്ത് പാലാ സാമ്രാജ്യത്തിന് ഏകദേശം ഏറ്റവും വികാസം പ്രാപിച്ച സമയമായിരുന്നു. അതാണ് വലതുവശത്തെ മാപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ആ ഒരു ഗംഗാ യമുന വാലി ഈ ഒരു പാലാ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം ഒന്ന് കൃഷി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗംഗാ യമുന വാലി അത്യാവശ്യമാണ്. രണ്ടാമത്തത് കച്ചവടമായിരുന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ മ്യാൻമാർ അങ്ങനെയുള്ള വലത്തോട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ അവിടെ ആയിട്ടുള്ള കച്ചവടമായിരുന്നു രണ്ടാമതുള്ള കാര്യം. അപ്പോൾ കൃഷിയാണ്, അതുകൊണ്ട് തന്നെ ഫലഭൂയിഷ്ഠമായ സ്ഥലം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പാലാ എംപയറിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന്, പാലാ കിങ്ഡത്തിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലേക്ക്, ആരൊക്കെയാണ് രാജാക്കന്മാർ, അവരുടെ മതം ഏതായിരുന്നു, അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫൗണ്ടർ ഗോപാല വണ്ണാണ്. കാരണം ഗോപാല 2 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു രാജാവ് ഇതേ കിങ്ഡത്തിൽ വരുന്നുണ്ട്, ഡൈനാസ്റ്റിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഗോപാല 1 അദ്ദേഹം ഏകദേശം 750 രാജാവായി തുടങ്ങിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകനായ ധർമ്മപാല, അദ്ദേഹം 770 മുതൽ 815 വരെ രാജാവായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു പാലാ സാമ്രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധർമ്മപാല അദ്ദേഹം മഹായാന ബുദ്ധിസത്തിൻ്റെ ഒരു ഫോളോവറായിരുന്നു. അപ്പോൾ പാല എന്ന് പറയുന്നവർ നോക്കിക്കഴിഞ്ഞാൽ അവരും മഹായാന ബുദ്ധിസത്തിൻ്റെ ഫോളോവേഴ്സായിരുന്നു. ധർമ്മപാല അതിൽ അദ്ദേഹത്തിൻ്റെ ഇത് കാഴ്ചവെച്ചു. കാരണം അദ്ദേഹം വിക്രംശില മൊണാസ്ട്രി, അതായത് ബുദ്ധമതത്തിലുള്ളവരുടെ മൊണാസ്ട്രി ആണ് വിക്രംശില. ഇത് സ്ഥാപിച്ചിരിക്കുന്നത് അതായത് ബീഹാറിലെ ഭഗൽപൂരിൽ ഈ ഒരു വിക്രംശില മൊണാസ്ട്രി സ്ഥാപിച്ചത് ധർമ്മപാലയാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ധർമ്മപാല വിക്രംശില മൊണാസ്ട്രി സ്ഥാപിച്ചത് എന്ന് ഓർത്തുക. വിക്രംശില മൊണാസ്ട്രിയുടെ ചിത്രമാണ് വലതുവശത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വിക്രംശില മൊണാസ്ട്രി വളരെ പ്രശസ്തമായൊരു മൊണാസ്ട്രി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മൊണാസ്ട്രി സ്ഥാപിച്ചത് പാലാ രാജാക്കന്മാരാണ്. അതിൽ തന്നെ ധർമ്മപാലയാണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ധർമ്മപാലയുടെ ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ, അതിൻ്റെ മകൻ, അങ്ങനെ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് വിക്രമപാല. അപ്പോൾ ഈ ഒരു വിക്രമപാല എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ബുദ്ധിസത്തിൻ്റെ ഫോളോവറാണ്. അപ്പോൾ ബുദ്ധിസത്തിനൊരു കുഴപ്പമുണ്ട്. എന്താണ്? ബുദ്ധിസം കുറേ കാലം ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സുഖലോലുപമായ ജീവിതത്തിൽ വിശ്വാസമില്ലാതെ പോവുകയും നമ്മൾ ഒരു സന്യാസ ജീവിതത്തിലേക്ക് മാറുകയും ചെയ്യും. നമുക്ക് ബുദ്ധൻ്റെ കഥയൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ബുദ്ധൻ്റെ കഥ പോലെ തന്നെ ഈ ഒരു വിക്രംപാലയും അദ്ദേഹവും എന്തായി, കുറേ കാലം ഭരിച്ചതിന് ശേഷം ഈ ഒരു ജീവിതത്തിലുള്ള സുഖലോലുപ രാജകീയ ജീവിതമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു സാധാരണ ഭിക്ഷുവിനെ പോലെ, സന്യാസിയെ പോലെയൊക്കെ ജീവിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങി. അപ്പോൾ ഇത് സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ അടുത്തയാൾ നാരായൺ പാല രാജാവായി മാറി. പക്ഷേ ഇദ്ദേഹവും ഇത്തരത്തിൽ മതവിശ്വാസത്തിൽ ഭയങ്കര വിശ്വാസമുള്ളായിരുന്നു. അത്തരത്തിലുള്ളൊരു ജീവിതത്തിലേക്കാണ് ഇവരെല്ലാം പോയത്. ഇതെന്ത് സംഭവിച്ചു? നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ 2 പേര് അവിടെ റെഡിയായി നിൽക്കുവാണ്. ആരൊക്കെയാണ്? പ്രതിഹാരാസും രാഷ്ട്രകുത്താസും. അപ്പോൾ ഈ ഒരു പ്രതിഹാരാസും രാഷ്ട്രകുത്താസും ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഈ ഒരു പാലാ ഡൈനാസ്റ്റിയുടെ ഏരിയയിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അത്തരത്തിൽ സംഭവിച്ചപ്പോൾ പാലാ ഡൈനാസ്റ്റി കുറഞ്ഞ് വരാൻ വേണ്ടി തുടങ്ങി. അതായത് നമ്മൾ ഓർത്തു വെക്കേണ്ടത് പാലാ ഡൈനാസ്റ്റി ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ധർമ്മപാലയുടെ കാലഘട്ടത്തിലാണ്. അതിനുശേഷം വീണ്ടും കുറഞ്ഞു പോകാൻ തുടങ്ങി. ഏകദേശം 1150 AD ഈ ഒരു രാജവംശം അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാലാ ഡൈനാസ്റ്റിയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. മറിച്ച് പാലാ ഡൈനാസ്റ്റി എവിടെയാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയണം. അത് ഈ ഒരു
ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിളിൽ ഈ ഒരു 3 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ എന്ത് പ്രാധാന്യമുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കുലർ കോണ്ടസ്റ്റ് 3 രാജ്യങ്ങൾ അല്ലെങ്കിൽ 3 ഡൈനാസ്റ്റികൾ തമ്മിലുള്ള ഒരു കോണ്ടസ്റ്റ് നടക്കുവാണ്. ആരൊക്കെ തമ്മിലാണ്? പ്രതിഹാരാസ്, പാലാസ്, രാഷ്ട്രകുത്താസ്. അപ്പോൾ നമ്മൾ പാലാസിനെ കുറിച്ച് ഇന്ന് പഠിച്ചു. അപ്പോൾ അടുത്ത പ്രതിഹാരാസിനെ കുറിച്ചും രാഷ്ട്രകുത്താസിനും ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. അതിനുശേഷം നമ്മൾ സൗത്ത് ഇന്ത്യനിലേക്ക് വരും. അതിനുശേഷമാണ് പുറത്തുനിന്നുള്ള ഇൻവേഷനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നത് വളരെ കുറവാണ്. എങ്കിലും നമ്മൾ പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട 1-2 പോയിന്റുകൾ അറിഞ്ഞിരിക്കണം. അവരുടെ ലക്ഷ്യം നമ്മുടെ ഗംഗ യമുന വാലി കീഴടക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാല ഡൈനാസ്റ്റി ബംഗാൾ, ബീഹാർ, ആസാം ഏരിയ ഒക്കെയാണ്. അപ്പോൾ അത് സ്ഥാപിച്ചത് ഗോപാല 1 ആണ്, ഏകദേശം 750 AD അടുത്ത്. അപ്പോൾ പാല എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ടർ. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ധർമ്മപാല അധികാരത്തിലേക്ക് വന്നു. അദ്ദേഹം ഈ ഒരു സാമ്രാജ്യത്തെ വളരെയധികം വികസിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹമാണ് വിക്രമശില മൊണാസ്ട്രി ബീഹാറിൽ സ്ഥാപിച്ചതെന്ന് ഓർത്തു വെക്കണം. പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ അധികാരത്തിലേക്ക് വന്ന സമയത്ത് സാമ്രാജ്യത്തിൽ അവരെ ഈ ഒരു മൊണാസ്റ്റിക് ലൈഫ് അല്ലെങ്കിൽ ആസ്റ്റിക് ലൈഫിലേക്ക് മാറുകയും അതുവഴി ഈ ഒരു സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് കാരണമാവുകയും ചെയ്തു. ഈ ഒരു അവസരം മുതലെടുത്തിട്ട് രാഷ്ട്രകുത്താസും പ്രതിഹാരാസും ഒക്കെ അധികാരം, അതായത് ഈ ഒരു പാലാസിൻ്റെ കയ്യിലുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ഗുർജാര പ്രതിഹാരാസിൻ്റെ സ്ഥലം വളരെയധികം വർദ്ധിക്കുകയും പാലാസ് എന്ന് പറയുന്നത് ആ ഒരു ബംഗാൾ പ്രദേശത്തേക്ക് വളരെയധികം ചെറിയൊരു സ്ഥലത്തേക്ക് ചുരുങ്ങുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചുരുങ്ങി അവസാനം ഏകദേശം 1150 AD അടുക്കുമ്പോൾ ഈ ഒരു പാലാസ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ അധികാരം നഷ്ടപ്പെടുകയും അവർ ഔട്ടാവുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ പാലാസിനെ കുറിച്ച് ഓർത്തു വയ്ക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.